ഡോക്ടർ സമ്പത്ത്, ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ വിദേശ പര്യടനത്തിന് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ആണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം. തരൂരാണ് അതിൽ മുഖ്യമായി ഇപ്പോൾ ചർച്ചയാകുന്നത്. തരൂരിനെ കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇപ്പോൾ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ചർച്ചയാക്കുന്നതാണോ? എന്താണ് കാണേണ്ടത്? ഓപ്പറേഷൻ സിന്ദൂർ വഴി രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ കേന്ദ്ര സർക്കാർ? ഡോക്ടർ ലാൽ, ഞാനിപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നമ്മുടെ പാർലമെൻ്റ് അംഗങ്ങളുടേതായ വിവിധ സംഘങ്ങൾ ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ നാം ഭീകരപ്രവർത്തകരിൽ നിന്ന് നേരിടേണ്ടി വരുന്നതായ ഭീഷണി, മാനവരാശിയുടെ ശത്രുവാണ് ഈ ഭീകരവാദം എന്നുള്ളത്. അത് എന്തിൻ്റെ പേരിലുള്ള ഭീകരവാദമായാലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ യാതനകളും നമുക്ക് ഉണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളെ സംബന്ധിച്ചും എന്തുകൊണ്ട് നാം ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളത് സംബന്ധിച്ചും വിവിധ രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുമായി ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഡെലിഗേഷൻസ്, പ്രതിനിധി സംഘങ്ങൾ പോകാനായി തയ്യാറെടുക്കുകയാണ്. ഞാൻ ഏതെങ്കിലും വിധത്തിലുള്ളൊരു രാഷ്ട്രീയമായ ഞാനും അഡ്വക്കേറ്റ് ജയസൂര്യനും തമ്മിൽ അങ്ങേയറ്റത്തെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് കാര്യങ്ങളിലുണ്ട്. ചില കാര്യങ്ങളിൽ ഞങ്ങൾ അഭിഭാഷകർ എന്നുള്ള നിലയിലും പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിലും രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിലും എല്ലാം യോജിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും യോജിക്കുന്നത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ നിർണായകമായ നിമിഷങ്ങളിൽ ലോകത്തിന് മുമ്പിൽ നമ്മുടെ ഐക്യം അത്തരത്തിൽ നാം ഉയർത്തിക്കാട്ടുകയും നമ്മുടെ ഒരുമ, അതാണ് നമ്മുടെ കരുത്ത് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാനൊരു പാർലമെൻ്ററി പ്രതിനിധി സംഘത്തിലെ അംഗമായിരുന്നു ഡോക്ടർ ലാൽ. 10 ദിവസക്കാലം അത്തരത്തിൽ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് അന്ന് ശ്രീ പവൻകുമാർ ബൻസലായിരുന്നു പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി. അദ്ദേഹമായിരുന്നു ആ പാർലമെൻ്ററി ഡെലിഗേഷൻ്റെ ലീഡർ. ആ പാർലമെൻ്ററി ഡെലിഗേഷൻ്റെ ഡെപ്യൂട്ടി ലീഡർ പിന്നീട് പുതുച്ചേരി മുഖ്യമന്ത്രിയായ ശ്രീ നാരായണസ്വാമിയാണ്, കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയാണ്. CPIഎമ്മിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് ഈജിപ്തും ടർക്കിയും ഗ്രീസും ഞങ്ങളുടെ സന്ദർശനമെല്ലാം കഴിയുമ്പോൾ തന്നെ, ആ സമയത്ത് പോകുമ്പോൾ തന്നെ അത്തരത്തിൽ അവിടെ ഈ ജനപ്രതിനിധികളുമായി, ഭരണാധികാരികളുമായി, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമായി, ചിലപ്പോൾ മറ്റ് ജനവിഭാഗങ്ങളുമൊക്കെ ആയിട്ട് വർത്തമാനം പറയുമ്പോൾ തന്നെ ഈജിപ്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ ടർമോയിൽ എന്നൊക്കെ പറയുമല്ലോ, അത്തരത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതും അതിന് മത തീവ്രവാദവും മതമൗലികവാദവുമായി ബന്ധമുണ്ട് എന്നുള്ള നിലയിലുമൊക്കെ ഏതാണ്ട് നമുക്ക് മനസ്സിലാകുന്ന അവസ്ഥയിലായിരുന്നു. ഗ്രീസിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, പ്രത്യേകിച്ചും അവർ ഒളിമ്പിക്സ് നടത്തിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അത് മനസ്സിലായി. ടർക്കിയിൽ അവിടെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആ രാഷ്ട്രങ്ങളിലെല്ലാം ഞങ്ങൾ പോവുകയും അവിടുത്തെ പാർലമെൻറ്റ് അവിടെ സന്ദർശിക്കുകയും പാർലമെൻറ്റ് സമ്മേളനം വീക്ഷിക്കുകയും അവരുടെ സ്പീക്കറും അതുപോലെ പ്രധാനമന്ത്രി അങ്ങനെ അവരുമായിട്ടെല്ലാം സംസാരിക്കാനൊക്കെ ഇടവന്നതാണ്. അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ സമ്പത്ത്, അതായത് ഈ പവൻകുമാർ ബൻസൽ താങ്കളെ അന്ന് നേരിട്ട് വിളിച്ച് ഇതിലേക്ക് ക്ഷണിക്കുകയായിരുന്നോ അതോ പാർട്ടി വഴി അങ്ങ് അതിലേക്ക് വരികയായിരുന്നു? പാർട്ടി വഴിയാണ് വന്നത്. അത് ഇന്ത്യ ഗവൺമെൻറ് സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങളിൽ ചെയ്യാറുള്ളത് ബന്ധപ്പെട്ട പാർട്ടിയും അവരുടെ പാർലമെൻ്ററി പാർട്ടി, അങ്ങനെയാണ്. പാർട്ടി സെക്രട്ടറിക്കല്ല, സംഘടനാപരമായിട്ടുള്ള പാർലമെൻറ്റിൻ്റേതായ ഒരു ശൈലിയുണ്ട്. പാർലമെൻറ്റ് സെക്രട്ടേറിയറ്റ് അത്തരത്തിൽ ഈ ബന്ധപ്പെട്ട പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റും രാജ്യസഭാ സെക്രട്ടേറിയറ്റും മുഖാന്തരം പാർലമെൻറ്റിലെ വിവിധ പാർട്ടികളുടെ അംഗബലമൊക്കെ അനുസരിച്ചാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്. പിന്നെ അവർക്ക് ആരോടെങ്കിലും അത്തരത്തിൽ ഒരു പ്രയോറിറ്റി, ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട വിഷയമാണ്, സ്വാഭാവികമായി സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള ഈ വളരെ ലോകമറിയുന്ന പാർലമെൻറ്റ് അംഗങ്ങളുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകുന്നതിനുള്ള താല്പര്യത്തെ സംബന്ധിച്ച് അതൊരു രേഖാമൂലമല്ലാതെ നമ്മളത് അറിയിക്കും. അതിനുള്ള മാർഗ്ഗങ്ങളെല്ലാം ഉണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്. അത് കലാരംഗത്തായിരുന്നാലും അതല്ല മറ്റേതെങ്കിലും വിധത്തിലായാലും ചില പ്രത്യേക കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അത്തരത്തിൽ പോയിട്ടുള്ളപ്പോഴും പാർലമെൻ്ററി ഡെലിഗേഷനുമായി ബന്ധപ്പെട്ട് അത് സ്പീക്കറുടെ ഓഫീസിൽ നിന്നൊക്കെ തന്നെ ഞങ്ങളുടെ പാർട്ടി പാർലമെൻ്ററി പാർട്ടിയെ അറിയിച്ച് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഒരു പാർലമെൻ്റ് അംഗത്തെ അത്തരത്തിൽ പാർലമെൻ്ററി സമിതിയിലേക്ക് നിയോഗിക്കുന്നതിൻ്റെ അതിൻ്റെ ഔപചാരികത എന്നുള്ളത് ആ പാർലമെൻ്റ് അംഗത്തിൻ്റെ പാർലമെൻ്ററി പാർട്ടിയാണ്. ഞാൻ പാർട്ടി എന്ന് ഉദ്ദേശിച്ചത് പാർലമെൻ്ററി പാർട്ടിയാണ്. ഇവിടെ ഇപ്പോൾ ഡോക്ടർ ശശി തരൂരിനെ സംബന്ധിച്ചാണ് താങ്കൾ ചോദിച്ചതെങ്കിൽ, ഞാൻ ആ തുർക്കിയുടെ കാര്യം വന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഇതിലേക്ക് വന്നത്, താങ്കളുടെ ചോദ്യം വന്നത്. അവരുമായിട്ടെല്ലാം അന്ന് സംസാരിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും അയൽക്കാരാണ്, നല്ല അയൽക്കാരായി നിങ്ങൾ എക്കാലവും തുടരണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ നാട്ടിലെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ ജനങ്ങളുമെല്ലാം പറയുമ്പോൾ പാകിസ്ഥാൻ ഈസ് അവർ ബ്രദർ, ഇന്ത്യ ഈസ് അവർ ഫ്രണ്ട്.
അപ്പോൾ ഞങ്ങളുടെ ഈ ബ്രദറും ഫ്രണ്ടും എക്കാലവും ഒരുമിച്ച് അത് ജനങ്ങൾ ഒരുമയോടെ കഴിയണമെന്നുള്ളത് എല്ലാ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾ പറഞ്ഞു തീർക്കണം എന്നൊക്കെയാണ് അന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ 3 രാഷ്ട്രങ്ങളിലെ ഈ യാത്രയെ സംബന്ധിച്ച് പറഞ്ഞതിൽ ഇപ്പോൾ ഡോക്ടർ ശശി തരൂരിനെ സംബന്ധിച്ചുള്ളതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യ പറയുമ്പോൾ അദ്ദേഹം പറയും അത് ലോകത്തിൽ അങ്ങനെ അറിയപ്പെടുന്ന ഈ ഒരു നയതന്ത്ര രംഗത്ത് പരിചയമുള്ള അവഗാഹമുള്ള, ശരിയാണ്, അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പല കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മുഖം അത്തരത്തിൽ നമുക്ക് അവിടെ അത് അഭികാമ്യമായിരുന്നു എന്ന് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയാണ് ആരൊക്കെ അത്തരത്തിൽ ഈ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഔപചാരികമായി അറിയിക്കേണ്ടത്. അല്ല, ഇനിയിപ്പോൾ അഥവാ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ തന്നെ മുൻ അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. ഇനി അഥവാ ഡോക്ടർ ശശി തരൂരിന് വേണമെങ്കിൽ അത് ആവശ്യപ്പെടാമായിരുന്നല്ലോ കോൺഗ്രസിനോട്, അവർക്ക് വേണമെങ്കിൽ. സാധാരണ ഞാനിപ്പോൾ പറഞ്ഞത് ഇത് നിയമവും ചട്ടവും ഒന്നും അല്ല ഡോക്ടർ ലാലേ. ഇത് ഒരു പാർലമെൻറ്റിൻ്റെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഒരു കീഴ്വഴക്കം എന്നുള്ളത് പറഞ്ഞു വന്നേ ഉള്ളൂ. ഇപ്പോൾ മുൻകാലങ്ങളിലാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്ന വേളയിൽ പാർലമെൻറ്റിലെ പ്രധാനപ്പെട്ട പല പാർട്ടികളുടെയും നേതാക്കളെ അല്ലെങ്കിൽ പ്രതിനിധികളെ അവരുടെ പാർലമെൻ്ററി പാർട്ടി നിയോഗിക്കുന്നതനുസരിച്ച് അവരുണ്ടാവും. പ്രധാനമന്ത്രിയുടെ പാർട്ടിയെയും പ്രധാനമന്ത്രിയെയും നാട്ടിലും പാർലമെൻറ്റിലും അതിനിശിതമായി വിമർശിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരടക്കം, ആ പാർലമെൻറ്റ് അംഗങ്ങളടക്കം അവരുടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി അത്തരത്തിൽ പല രാഷ്ട്രങ്ങളിലും ചെല്ലുമ്പോൾ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാം പറഞ്ഞിട്ടുള്ളത്, യു സി ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണിത്. യു സി ദിസ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. നിങ്ങൾ കാണുമോ, ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്താണ് എന്നുള്ളത്. അതാണ് വാസ്തവത്തിൽ ഉണ്ടായിരുന്നത്. അതിലൊക്കെ പിന്നീട് ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അക്കാര്യത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുനഃപരിശോധിക്കേണ്ടത് അവർ തന്നെയാണെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാൻ